ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല 2 ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കാനും അതുപോലെ തന്നെ ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാനും, അതുമാത്രമല്ല നമ്മൾ മൺചട്ടിയൊക്കെ നമ്മൾ പുതിയ മൺചട്ടികൾ വാങ്ങിക്കുമ്പോൾ അത് നല്ലതുപോലെ കുറേ നാൾ കേടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മൾ കിച്ചണും അതുപോലെ തന്നെ വീടൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാനുള്ള ടിപ്സാണ്. നമ്മൾ എത്ര വയ്യായ്കയായാലും നമ്മൾ അടുക്കളയിലൊക്കെ കയറുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഇതുപോലത്തെയൊക്കെ മണി പ്ലാന്റും അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വയ്യായ്കയായാലും നമുക്ക് എപ്പോഴും ഒരു എനർജി കിട്ടും കേട്ടോ. അതപ്പോഴെല്ലാവരും ഇതുപോലെയൊക്കെയുള്ള ചെടികൾ വാങ്ങിച്ച് വയ്ക്കാൻ നോക്കണം. അതുമാത്രമല്ല നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷായിരിക്കാനും വീട്ടിലുള്ള ഈച്ചയും കൊതുകുകളൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സ് കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ വെള്ളം ചേർക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉജാലയാണ്. അപ്പോൾ ഉജാല നല്ലൊരു ക്ലീനറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉജാല ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 തുള്ളി മതി കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടൊക്കെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുൽത്തൈലമാണ്. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് വീടൊക്കെ നല്ല മണത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാനും ഈ ഒരു ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല നാരങ്ങയുടെ ഒക്കെ ഫ്ലേവറുള്ള ഒരു പുൽത്തൈലമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2-3 തുള്ളി നമുക്കിത് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത്ര മതി കേട്ടോ, നല്ല മണമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടൊക്കെ എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കുക. ഇതൊക്കെ കൊണ്ട് നമ്മൾ തറയൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ മണമായിട്ടിരിക്കും. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ വരുന്ന വേർപ്പിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ഈ വീടുകളിലൊക്കെ വരുന്ന സ്മെല്ലുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ അടപ്പിലൊന്ന് ഹോളിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരാഴ്ച വരെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ തറയിലൊക്കെ നമ്മൾ കിച്ചണിൻ്റെ തേയിലൊക്കെ ഇട്ട തറകളിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഈച്ചയുടെ ശല്യമൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നിറയെ ഒന്ന് തളിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തൊന്ന് നിറയെ ഒന്ന് തളിച്ച് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളത്തിലൊഴിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് തുടച്ചിടുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ചെയ്യണം. രാവിലെയും വൈകിട്ടും ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ല പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം നല്ലതുപോലെ മാറ്റാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ എല്ലായിടവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ടെയിലിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിനകത്തുള്ള ടെയിലിനും അതുപോലെ തന്നെ ഇത് കിച്ചൺ ടെയിലിൽ ഇതിലൊക്കെ നല്ല ഇതുപോലെ തളിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു സ്മെല്ലൊക്കെ നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴായിരിക്കും, ആരെങ്കിലും കയറി വരുമ്പോഴായിരിക്കും ആ ഒരു സ്മെല്ല് നമുക്ക് വരുന്നത്, ആ ഒരു ഉക്കലിൻ്റെയും അതുപോലെ തന്നെ വേർപ്പിൻ്റെയൊക്കെ സ്മെല്ല്. അപ്പോൾ ഇതുപോലെ നമ്മൾ നിറയെ ഒന്ന് തുടച്ച് വറക്കിയൊക്കെ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു വീട്ടിൽ സ്മെല്ല് വരില്ല, നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കിച്ചൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡൈനിങ് ടേബിളിലാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അവിടെയൊക്കെ അഴുക്ക് പറ്റാറുണ്ട്, ഈ വേസ്റ്റ് വീഴാറുണ്ട്. അത് എത്ര തുടച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് ഈച്ചയുടെ ശല്യം നല്ലതുപോലെ വരാറുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ച ശേഷം നല്ലതുപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര അഴുക്കുള്ള അതുപോലെ ആ ഒരു ഡൈനിങ് ടേബിളും അതെല്ലാം വൃത്തിയാവും. അത് മാത്രമല്ല, ആ ഈച്ചയുടെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഒന്ന് സ്ഥിരമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ആ ഡൈനിങ് ടേബിളൊക്കെ നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവില്ല. നിങ്ങളുടെ വീഡിയോയ്ക്ക് എല്ലാവരുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കുറേയുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല, ലൈക്ക് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നല്ലതുപോലെ തുടച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണേ.
അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ അടുപ്പിൻ്റെ പുറമൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം തുടച്ചിടുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യവും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും. ആ ഒരു നമ്മൾ പാചകം ചെയ്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുകൊണ്ട് എല്ലാ പ്രയോജനവും ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ഇത് കൊണ്ട് ആ ഒരു പുൽത്തൈലം കൊണ്ട് നമ്മുടെ വീട് മൊത്തം നമുക്ക് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ടിപ്സാണ്. എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മൺചട്ടിയൊക്കെ പുതിയ മൺചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ആ മൺചട്ടിയുടെ ആ ഒരു മൂട് ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടി ആ ഒരു ഈ സൈഡൊക്കെ നല്ലതുപോലെ പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മാത്രമേ മൺചട്ടിയൊക്കെ നമുക്ക് ഇത് പുതിയതുപോലെ ഇരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് മൺചട്ടി കുറേ കാലം കേടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു വലിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു വലിയ ചരുവത്തിൽ നിറയെ വെള്ളം വീത്തി വെച്ച് ഇതിനെ മുക്കി അതിൽ ഒരു ദിവസം മുഴുവനും നമുക്ക് വച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസൊക്കെ നമുക്ക് നല്ലതുപോലെ അത് അടഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ചട്ടി കുതിർന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കൊരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് ഇതിനെ മുക്കിയൊന്ന് മൺചട്ടി മുഴുവനായിട്ട് മുക്കിയ ശേഷം ഒരു ദിവസം മുഴുവൻ ആ വെള്ളത്തിലൊന്ന് വച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് പിറ്റേന്ന് ഇതിനെ എടുത്ത് നമുക്ക് ചൂടാക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മൺചട്ടിയിൽ വെള്ളം വച്ചിട്ട് ഒരു ദിവസം വരെ ആ ഒരു ചരുവത്തിൽ വെള്ളം വീത്തി മുക്കി വെച്ചിരുന്ന ചട്ടിയാണ്. അതിനുശേഷം ഞാൻ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ. ചെറു തീയിൽ വെച്ച് നമുക്കിതിനെ നല്ലതുപോലെ ചൂടാക്കി ഈ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിനെ പകുതി വരെ വറ്റുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ വിറകടുപ്പില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് തീ കുറച്ച് വെച്ച് വേണം നമുക്ക് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൺചട്ടിയൊക്കെ പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് ഈ ഒരു വെള്ളം നിറഞ്ഞിരിക്കുന്ന വെള്ളം നമുക്കൊരു അരഭാഗം ആവുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ മൺചട്ടി കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെള്ളം വെച്ച ശേഷം ഒരു 2 മണിക്കൂറൊക്കെ ആവും കേട്ടോ ഇതൊന്ന് വറ്റിയൊക്കെ വെള്ളം വറ്റി വരാൻ. അപ്പോൾ ഇതുപോലെ തീ കുറച്ച് വെച്ച് വേണം വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ. അത് നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് തീ കത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച 2 ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.